ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നല്ല, ഇനിയുള്ള അടുത്ത 2 ദിവസങ്ങളും എനിക്ക് സ്പെഷ്യലാണ്. കാരണം എൻ്റെ മോനെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ നേർന്നിട്ടുണ്ട്. അതിലൊരു അമ്പലമാണ് മൂകാംബിക. അപ്പോൾ അവിടേക്ക് എന്നെ കുഞ്ഞിനെ എഴുത്തിനിരുത്തണം എന്നുള്ളതും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. ദൈവത്തിൻ്റെ ബൈ ദി ഗോഡ്സ് ഗ്രേസ് എനിക്കതിനെ പറ്റി. അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് കൊല്ലം ടു എറണാകുളം വരെ ഏറനാട് എക്സ്പ്രസ്സിൽ പോവാണ്. ലോക്കലാണ്, നല്ല ക്രൗഡായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എറണാകുളം വരെ എത്തി. അവിടെ നിന്ന് ഞങ്ങൾക്ക് മഡ്ഗോൺ എക്സ്പ്രസ്സിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ എറണാകുളത്ത് നിന്ന് ഞങ്ങൾ അടുത്ത ട്രെയിനിലോട്ട് ഉടുപ്പിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കയ്യിൽ കുട്ടിയും പെട്ടിയൊക്കെ കാരണം എനിക്ക് ഇടയ്ക്കുള്ള ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഓരോരുത്തർ, ഉറക്കമൊന്നും ശരിയായിരുന്നില്ലല്ലോ, കാരണം മോർണിംഗ് 4 o'clock ആ ട്രെയിൻ. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഉറക്കമൊക്കെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ട്രെയിനിലൊക്കെ കയറി കിടന്ന് ഉറങ്ങുകയാണ്. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല, കാരണം ഡാനി ഉറങ്ങണം. എന്തോ ഓക്കെ. അങ്ങനെ ഞങ്ങളിതാ ഉടുപ്പിയിലെത്തി. ഇതിനിടയിൽ ഒത്തിരി സീൻസ് ഉണ്ട്, അതൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ ഉടുപ്പിയിലെത്തിയിട്ട് ഇനി എങ്ങോട്ട് എന്നാലോചിക്കുകയാണ്. കാരണം ഈ സ്റ്റേഷനിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഉടുപ്പിയിലെത്തി. അവിടെ നിന്ന് അടുത്ത ടാക്സി പിടിച്ച് ഞങ്ങൾ നേരെ മൂകാംബികയിലോട്ട്. ടാക്സി ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. ഇനി മൂകാംബികയിൽ അങ്ങനെ ഇതാ തലേന്ന് രാത്രി പ്ലാൻ ചെയ്തതൊന്നും നടക്കാതെ കറക്റ്റ് 7 മണിയായപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റത്. അതിരാവിലെ അമ്പലത്തിൽ പോകണമെന്നും ആ ഫീലൊക്കെ ആസ്വദിക്കണമെന്നൊക്കെ കരുതിയാണ് ഞങ്ങളെല്ലാവരും കിടന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല. ട്രാവലിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ 7 മണിയായപ്പോൾ ഉറക്കം എഴുന്നേറ്റ് നേരെ പുറത്തോട്ട് വന്നപ്പോൾ നല്ല അമ്പലത്തിൻ്റെ പാട്ടും ചെറിയ മഞ്ഞും താഴെ പൂക്കച്ചവടക്കാരും അമ്പലത്തിൻ്റെ ആ ഫീല് മൊത്തത്തിൽ കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും വിളിച്ചുണർത്താൻ പോയി. ഞാനല്ല കേട്ടോ, എന്നെ അച്ഛനാണ് വിളിച്ചുണർത്തിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയാവാനായിട്ട് പോവാണ്. പാറുമോൾ ഒരു സ്ഥലത്ത്, രഞ്ജിത്തും ദേവി ഒരു സ്ഥലത്ത്, ശ്രീകുട്ടിയും ബാബുണനും കുളിച്ച് റെഡിയാവാൻ പോയി. തൊട്ടപ്പുറത്തെ സെക്ഷനിൽ വിഷു ചേച്ചിയും കണ്ണൻ ചേട്ടനും എല്ലാവരും അവരുടേതായിട്ടുള്ള പണികളൊക്കെ നോക്കി ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ഒരുങ്ങി. പാറു സാരി ആയത് കാരണം കുറച്ച് ലേറ്റായിട്ടാണ് ഒരുങ്ങി വന്നത്. പിന്നെ രഞ്ജിത്ത് മോനെ അമ്പലത്തിൽ കൊണ്ടുപോകാനുള്ള എഴുത്തിനിരുത്താനുള്ള മുണ്ടൊക്കെ ഉടുത്ത്. ഷർട്ട് മേടിച്ചില്ല കേട്ടോ ഈ വട്ടം, കാരണം അത് വേസ്റ്റാണ്. പിന്നെ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ. സോ മുണ്ടും ഒരു നേരിയതുമാണ്. ആ നേരിയത് അവൻ ഇട്ടത് പോലും ഇല്ല. പിന്നെ ഞങ്ങൾ താഴെ വന്നു. ദേവിക്ക് കൊടുക്കാനുള്ള താലമൊക്കെ വാങ്ങി. അതിൽ താമരപ്പൂവും അല്ലാണ്ട് കുറേ നല്ല പൂക്കളും പട്ടും വളയും ഒക്കെ ഉണ്ടായിരുന്നു. രഞ്ജിത്ത് മോന് ടോക്കൺ എടുക്കാൻ പോയ സമയത്ത് അവിടെ പോയ മെയിൻ ഈ ഒരു വീഡിയോ എനിക്ക് പതിവാണ്. എൻ്റെ മുന്നത്തെ മൂകാംബിക വീഡിയോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് സമയം കളയാണ്. ഇതിനിടെ ഡാനി അവിടെ കിടന്ന് ഓടി തകർക്കുന്നുണ്ട്. ഒന്നും പറയണ്ടായിരുന്നു. അടിപൊളി സീൻസ്. ആക്ച്വലി നല്ലൊരു വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഡാനിയുടെ ഓട്ടം. ഞങ്ങൾ ആരെങ്കിലും ഒരാളെ കണ്ണെത്തിയില്ലെങ്കിൽ ഡാനി ഓടും. അതിനൊക്കെ ശേഷം ഞങ്ങളിതാ മോനെ എഴുത്തിനിരുത്തി. ഡാനിയെ കഷ്ടപ്പെട്ടാണ് എഴുത്തിനിരുത്തിയത്. ഡാനി ഒത്തിരി അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും എൻ്റെ മോനെ ആദ്യാക്ഷരം ഞാൻ എഴുതിപ്പിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ മനസ്സിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. എൻ്റെ മോൻ ഒത്തിരി ഉയരങ്ങളിലെത്തട്ടെ. എല്ലാ സന്തോഷവും സമാധാനവും വിദ്യാഭ്യാസവും സന്തോഷവും എല്ലാം എൻ്റെ കുഞ്ഞിനുണ്ടാവട്ടെ എന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുതിയത്. ഇതാണ് കേട്ടോ മൂകാംബികയിലെ കാഴ്ചകൾ. ഒരിക്കലെങ്കിലും പോയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും പോകാൻ ശ്രമിക്കുക. പിന്നെ ഒരു ഐതിഹ്യം, ഒരു കേട്ടുകേൾവിയാണ്, മൂകാംബിക അമ്മ വിളിക്കുന്നവർക്ക് മാത്രമേ ആ അമ്മയുടെ മുന്നിലെത്താൻ പറ്റൂ എന്നുള്ളത്. അത് എത്രത്തോളം ശരിയാണെന്നോ സത്യമാണെന്നോ എനിക്കറിയില്ല. പക്ഷേ ആ ഭാഗ്യം എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ പോയി ദേവിയെ കണ്ടു, തൊഴുതു, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി. അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് വേറൊരു അനുഭവമാണ്. ആക്ച്വലി 3 ഭാവത്തിലാണ് ദേവി ഒരു ദിവസം വരാറുള്ളത്. അത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലായിട്ട് പോയി അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ വിശ്വസിച്ച് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ തന്നെ വേണം പോകാനായിട്ട്. നല്ലൊരു അനുഭവമാണ്. ജാതിയും മതവും ഒന്നും നോക്കണ്ട. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ, ചില ഫീലുകൾ അനുഭവിച്ചറിയാൻ. ആരുടെയും വിശ്വാസത്തെ തള്ളിപ്പറയോ മാനിക്കാതിരിക്കുകയോ ഒന്നും അല്ല. ചിലതൊക്കെ നല്ല കാര്യങ്ങളാണ്. എല്ലാവരും പോയിട്ടില്ലാത്തവരൊക്കെ പോവുക, ആ ഫീൽ അനുഭവിച്ചറിയുക, ഈ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുക, ഹാപ്പി ആയിട്ടിരിക്കുക.